എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെ കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞാൽ ഓനെ കപ്പ് മാണം പോലും കപ്പ് എവിടെയെന്ന് ചോദിച്ച പോലെ വായ നിറച്ചും കപ്പ് കൊടുക്കുന്നൊരവസ്ഥ. എന്താ പറഞ്ഞിരുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും. അതന്നെ നമ്മളെ ചെക്കന്മാർ, നമ്മളെ സ്വന്തം ചെക്കന്മാർ വീണ്ടും അല്ലെങ്കിൽ വീണ്ടാമതും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പര സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെയാണ് ഒരു അർജൻറ്റീന ഫാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായ നിമിഷവും ഏറ്റവും കാത്തിരുന്ന നിമിഷവും. 28 വർഷം എന്തിന് പടച്ചോൻ നമ്മളെ, അല്ലെങ്കിൽ എന്തിന് ദൈവം ഞങ്ങളെ കാത്തു നിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനാണ്. കാരണം എൻ്റെയൊക്കെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2014 വേൾഡ് കപ്പ്, അതായത് അന്നത്തെ അർജൻറ്റീന ടീം വെച്ച് നോക്കുമ്പം ഒരു പരിധി വരെ മെസ്സിൻ്റെ ചിറകിലേറി അല്ലെങ്കിൽ മെസ്സിൻ്റെ കഴിവിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടീമാണ്. പക്ഷെ വേൾഡ് കപ്പിൽ വന്നപ്പം നല്ലൊരു കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ചിൻ്റെ കീഴിൽ നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്താൻ അന്നത്തെ ടീമിന് സാധിച്ചു. പ്രത്യേകിച്ച് ബാക്ക് ലൈനിൽ മെസറാനോ അടക്കമുള്ള താരങ്ങൾ മികവാർന്ന് നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസും കൂടി കാഴ്ചവെച്ചപ്പോൾ ആ വേൾഡ് കപ്പിൽ നല്ലൊരു മുന്നേറ്റം അർജൻറ്റീന കാഴ്ചവെച്ച് തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഫൈനലിൽ എത്തിപ്പെട്ടു. കാരണം ആ ഒരു വേൾഡ് കപ്പിന് സ്ക്വാഡ് വെച്ച് നോക്കുമ്പോൾ ഫൈനലിൽ എത്താനുള്ള സ്ക്വാഡൊന്നും അന്ന് അർജൻറ്റീനയ്ക്ക് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ആ സ്ക്വാഡിനെ വെച്ച് ഫൈനലിലെത്തി 7-1 ബ്രസീലിനെ തോൽപ്പിച്ച ജർമ്മനിയോട് അവസാന മിനിറ്റിൽ 116-ാം മിനിറ്റിലുള്ള ഗോളിൽ തോൽക്കുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഞാൻ എന്താ പറയുന്നത്, നല്ല മഴയുള്ള സമയമാണ്. അപ്പം ആ സാഹചര്യത്തിൽ കരഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ആ കരഞ്ഞിരിക്കുന്ന ആളെ, അല്ലെങ്കിൽ ഒരു ഞാനടക്കമുള്ള പല ആൾക്കാരും കണ്ണിൽ വെള്ളം വന്നിട്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ വന്നിട്ട് നല്ല രീതിയിൽ പരിഹാസവും ദേഹോപദ്രവവും, തമാശക്കാണ്, മേല് വേദനാക്കുന്നതൊക്കെ തമാശക്കാണ്, അത് ഫാനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതൊക്കെ ഒരുപാട് അനുഭവിച്ചു. നമ്മളത് ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുത്തു, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ, അല്ലാതെ ഒരു വലിയൊരു വൈരാഗ്യമൊന്നും അങ്ങനെ കാണിക്കുകയില്ല. കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് ഒക്കെ ചെയ്തത്. പക്ഷെ ഞാൻ പറയാം, അത്തരം അനുഭവങ്ങൾ അനുഭവിച്ച് 28 വർഷത്തോളം കപ്പില്ല ഓരോ ഫൈനലുകളിലും തോൽക്കുന്ന സമയത്ത് ആ ഒരു പേര് കേട്ട്, ആ ഒരു പരിഹാസം കേട്ട്, ഒരു ഫൈനലിൽ തോൽക്കുമ്പം ഉടനെ വരും ഇന്നേക്ക് 24 വർഷമായി, പിന്നെ അടുത്ത ഫൈനൽ തോൽക്കുമ്പോൾ ഇന്നത്തേക്ക് 25 വർഷമായി, 26 വർഷമായി, 27 വർഷമായി, 28 വർഷമായി, അങ്ങനെ ഓരോ ഫൈനലിൽ തോൽക്കുമ്പോഴും ഇത്തരമൊരു പരിഹാസം കേട്ടുകൊണ്ട് വന്നുകൊണ്ടിരുന്നൊരു ഫാൻസാണ് അർജൻറ്റീന ഫാൻസ്. ഇത് എല്ലാ നാട്ടിലും എല്ലാ ഫാൻസും അനുഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഫാൻസും മീൻസ് എല്ലാ അർജൻറ്റീന ഫാൻസും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു 2021 കോപ്പ അമേരിക്ക വരെ നമ്മൾ കാത്തുനിന്നു. 28 വർഷം നമ്മൾ കാത്തുനിന്നു. ആ 28 വർഷം നമ്മൾക്ക് ലഭിക്കാതിരുന്നു, അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർക്കും നമ്മുടെ മുൻ തലമുറക്കും ലഭിക്കാതിരുന്ന ആ ഒരു സന്തോഷം ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ മുമ്പിലേക്ക് കപ്പിൻ്റെ ഒരു നിര തന്നെ. 2021 കോപ്പ അമേരിക്ക, അത് കഴിഞ്ഞ് ഫൈനലിസിമ, അത് കഴിഞ്ഞ് വേൾഡ് കപ്പ്, വീണ്ടും കോപ്പ അമേരിക്ക. അപ്പോൾ ഇതിൽ പരം സന്തോഷിക്കേണ്ട ഒരു ദിവസം ഒരു അർജൻറ്റീന ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതാണുള്ളത്? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനൽ പോലെ അത്ര പ്രഷർ കയറിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കൈമേലുള്ള 10 പേരിലുള്ള 10 നഖവും അതിൻ്റെ എന്താ പറയുക, ആ നഖത്തിൻ്റെ എത്രത്തോളം നമുക്ക് കടിച്ച് പറിച്ച് എടുക്കാൻ കഴിയുമോ അത്രത്തോളം കടിച്ച് പറിച്ച് ഒഴിവാക്കാത്ത ഒരു അർജൻറ്റീന ഫാനും ഉണ്ടാവില്ല. കാരണം അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലും കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലൊക്കെ കണ്ടു തീർത്തത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ എന്ന് പറഞ്ഞാൽ അത്രയും പിരിമുറുക്കത്തിലാണ് നിർത്തുക. കാരണം അർജൻറ്റീന മുന്നിലെത്തി, പിന്നീട് ഫ്രാൻസ് ഒപ്പം പിടിച്ചു, പിന്നീട് അർജൻറ്റീന മുന്നിലെത്തി, വീണ്ടും ഫ്രാൻസ് ഒപ്പം പിടിച്ചു, പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ട്, ഇങ്ങനെ അത്രയും പിരിമുറുക്കത്തോടെ കണ്ട വേറൊരു ഫൈനലില്ല. അതുപോലെ തന്നെയാണ് കോപ്പ അമേരിക്ക ഫൈനലും. കാരണം കോപ്പ അമേരിക്ക ഫൈനലിൽ നമ്മൾ ആദ്യം തന്നെ ലീഡ് എടുത്തു. ആ ലീഡ്
90 മിനിറ്റ് വരെ സംരക്ഷിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗോൾ അടിക്കാൻ പറ്റുകയാണെങ്കിൽ അടിക്കണം. അത്തരം ഒരു സാഹചര്യത്തിൽ ആ കോപ്പ അമേരിക്ക കണ്ടു തീർത്തു. അപ്പോൾ ആ ഒരു കോപ്പ അമേരിക്ക ആ ഒരു വേൾഡ് കപ്പ് ഫൈനൽ പോലെയൊന്നും ഒരു പ്രഷറൊന്നുമില്ലായിരുന്നു. കാരണം കപ്പടിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരാഗ്രഹം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. നമ്മുടെ ടീം ഫൈനലിൽ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം കപ്പടിക്കണം, അത് പണ്ട് മുതലുള്ള ആഗ്രഹമാണ്, അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു ടെൻഷൻ, ആ സാധനം ഇന്നലെ എല്ലാവരും, കാരണം വളരെ കൂളായിട്ട് കപ്പടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ എന്നുള്ളത്. കാരണം ഇനി പരിഹസിക്കാൻ വരുന്നവരുടെ മുമ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ 3 ട്രോഫികളുണ്ട്. അതിൽ 2 അത്രയും മൂല്യമുള്ള 2 ട്രോഫികളുണ്ട്. പിന്നെ കോൺഫെഡറേഷൻ്റെ പകരം വന്ന ഫൈനലിസ്റ്റും, അത് പിന്നെ പലരും തള്ളിക്കളിയുന്ന ട്രോഫിയാണ്. പക്ഷേ നമുക്കത് വാല്യുബിൾ തന്നെയാണ്. അത് ടീമുകൾ എണ്ണുന്ന സമയത്ത് മേജർ ഇൻ്റർനാഷണൽ ട്രോഫികളെ കൂട്ടത്തിൽ എണ്ണുന്ന ട്രോഫി തന്നെയാണ് ആ ട്രോഫി. അപ്പോൾ അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാൻ ട്രോഫികളുള്ളത് കൊണ്ട് തന്നെ മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫൈനൽ തോറ്റു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ലായിരുന്നു. ഒരു ഒളിമ്പിക്സ് സ്വർണം അല്ലെങ്കിൽ ഒരു യൂത്ത് വേൾഡ് കപ്പിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നമുക്ക് പറയാനില്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ പരിഹാസങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്ത് നമ്മൾ മറുപടി അറിയായിരുന്നു? 28 വർഷത്തെ അല്ലെങ്കിൽ 27 വർഷത്തെ 26 വർഷത്തെ നമുക്ക് പരിഹാസങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊന്നും വെച്ച് കൊടുക്കാനില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഫൈനൽ നമ്മളതിന് തോറ്റു കഴിഞ്ഞാലും അത് എന്താ പറയുക, നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. കാരണം നമ്മളെ മുമ്പിൽ വെച്ച് കൊടുക്കാൻ 3 മികച്ച ട്രോഫികൾ ഉണ്ടായത് കൊണ്ട് തന്നെ തോറ്റു കഴിഞ്ഞാലും നമുക്കത്ര പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര വലിയ ടെൻഷൻ അടിച്ചിട്ട് പ്രഷർ അടിച്ചിട്ട് കണ്ട ഒരു ഫൈനലല്ലായിരുന്നു ഇത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആഘോഷിക്കാനുള്ളത് തന്നെയാണ് ഈ ട്രോഫി. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ അർജൻറ്റീന ഫാൻസിൻ്റെ കാത്തിരിപ്പിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഏതായാലും കളി നമ്മൾ കപ്പ് നേടി. പല ഘടകം ഫാൻസും ആരൊക്കെ സപ്പോർട്ട് ചെയ്തോ അവരൊക്കെ തോൽപ്പിച്ചിട്ട് തന്നെ അർജൻറ്റീന കപ്പ് നേടി. കൊളംബിയ തീർച്ചയായും നല്ല രീതിയിൽ പോരാട്ടം. കഴിഞ്ഞ 28 മത്സരങ്ങളായി തോൽക്കാത്ത കൊളംബിയ ടീമിനെ പിന്നീട് തോൽപ്പിച്ചത് അർജൻറ്റീനയാണ്. ഇനി 28 മത്സരങ്ങൾക്ക് മുമ്പ് കൊളംബിയ തോറ്റത് ആരോടാണെന്നറിയോ? അതും അർജൻറ്റീനയോടാണ്. ഇനി വേറൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു യാദൃശ്ചികത എന്താണെന്ന് വെച്ചാൽ, ആ 28 മത്സരങ്ങൾക്ക് മുമ്പ് കൊളംബിയ തോൽക്കുന്ന സമയത്ത് വിജയ ഗോൾ അടിച്ചിരുന്നത് ലൗത്രോ മാർട്ടിനസ് ആയിരുന്നു. വീണ്ടും ആ കൊളംബിയനെ അർജൻറ്റീന 28 മത്സരങ്ങൾക്ക് ഇപ്പുറം തോൽപ്പിക്കുന്ന സമയത്ത് ഇവിടെയും വിജയ ഗോൾ അടിച്ചത് വേറെ ആരുമല്ല, ലൗത്രോ മാർട്ടിനസാണ്. അപ്പോൾ ചില കോയിൻസിഡൻസുകൾ അങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരുപാട് യാദൃശ്ചികതകൾ നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അന്നൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് ആ വേൾഡ് കപ്പിൻ്റെ 1986 വേൾഡ് കപ്പുമായിട്ടുള്ള സിമിലാരിറ്റീസും പിന്നെ ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കറും ലയണൽ മെസ്സിയും തമ്മിലുള്ള സിമിലാരിറ്റീസും, അതായത് കപ്പ് നേടുന്നതിലുള്ള സിമിലാരിറ്റീസും. അതായത് ലയണൽ മെസ്സി ആണെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും ഒരു മേജർ ഇൻ്റർനാഷണൽ ട്രോഫി അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് നേടിയത് അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അത്തരം യാദൃശ്ചികതകളൊക്കെ അന്ന് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു രസകരമായിട്ടുള്ള സ്റ്റാറ്റ് ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. കൊളംബിയ തീർച്ചയായും നന്നായിട്ട് പൊരുതി. അവർ ബ്രസീലിനെയും ഉറുഗ്വേനെയും ഒക്കെ തോൽപ്പിച്ച് വന്നൊരു ടീമാണ്. അത്തരം ഒരു ടീമിനെതിരെ കുറച്ചൊക്കെ വേർത്തെങ്കിലും ഇന്നലൊക്കെ ഗ്രൂപ്പിൽ നമ്മളെ ഫാൻസിൻ്റെ ഗ്രൂപ്പിലൊക്കെ അർജൻറ്റീന ഫാൻസിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഫസ്റ്റ് ഹാഫിലുള്ള അർജൻറ്റീന പ്രകടനമൊക്കെ ചില ആൾക്കാർ വിലയിരുത്തുന്നത് കണ്ടു. എന്തൊരു മോശം കളിയാണ്, ഈ കളിയും കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകും, ഈ കളി കളിച്ചാൽ ജയിക്കാൻ പറ്റൂ. അപ്പോൾ അത്തരം ഒരു ഡിസ്കഷൻ നടത്തിയ ആൾക്കാരോട് ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ മുമ്പ് കളിച്ചതുപോലെ ഏതെങ്കിലും ഇക്വഡോറോ അല്ലെങ്കിൽ വെനസ്വല പോലെയുള്ള ടീമുകളല്ല, ഇക്വഡോറോ കാനഡ പോലെയുള്ള ടീമുകളല്ല. ഇത് കൊളംബിയയാണ്. ഉറുഗ്വേനെയും ബ്രസീലിനെയൊക്കെ തോൽപ്പിച്ച് വരുന്ന കൊളംബിയയാണ്. അവർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനങ്ങൾ നമ്മൾ കൊടുക്കണം. കാരണം അത്യാവശ്യം ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീമാരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കൊളംബിയനാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഹാമിഷ് റോഡ്രിഗസ് തന്നെയാണ്. അതിലും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ അത്തരം ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ ആദ്യം മുതലേ ഡൊമിനേറ്റ് ചെയ്യണം അതൊന്നും ഒരിക്കലും നമുക്ക് ആഗ്രഹിക്കാൻ പോലും പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കളി ജയിക്കും, വെയിറ്റ് ചെയ്യും എന്ന് തന്നെ പറഞ്ഞു. കൊളംബിയ തീർച്ചയായും നല്ല രീതിയിൽ പോരാടി. ആ പോരാട്ട വീര്യത്തെ നമ്മൾ പ്രശംസിച്ചേ മതിയാവും.
അതിനൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും. ഈ അർജന്റീന ടീമിനെ പറ്റി പറയുമ്പോൾ 2010, 2008 കാലഘട്ടത്തിലെ സ്പെയിന് 2008 യൂറോ കപ്പ് നേടി, 2010 വേൾഡ് കപ്പ് നേടി, 2012 വീണ്ടും യൂറോ കപ്പ് നേടി. ആ ഒരു ശ്രേണിയിലേക്ക്, ആ ഒരു എലൈറ്റ് കാറ്റഗറിയിലേക്ക് ഇപ്പോൾ അർജന്റീന എത്തിയിരിക്കുകയാണ്. കാരണം 2021 നമ്മൾ കോപ്പ അമേരിക്ക നേടി, 2022 വേൾഡ് കപ്പ് നേടി, 2024 വീണ്ടും കോപ്പ അമേരിക്ക നേടി. അതിൻ്റെ ഇടയിൽ ഒരു ഫൈനലിസ്റ്റിനെയും, അങ്ങനെ 4 ട്രോഫികൾ നേടി. സ്പെയിനിനേക്കാണ് ഒരു പടി മുകളിൽ തന്നെ ഈ അർജന്റീന ടീം എത്തിയിരിക്കുകയാണ്. നമുക്ക് നിസ്സംശയം പറയാം, ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീം ഈ കാലഘട്ടത്തിലെ അർജന്റീന ടീം തന്നെയായിരുന്നു. അത് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അല്ലാണ്ട് ടീമിൻ്റെ ക്വാളിറ്റി അടിസ്ഥാനത്തിലല്ല. റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2021 മുതൽ ഇങ്ങോട്ടുള്ള, അല്ലെങ്കിൽ ലയണൽ സ്കലോണി എന്ന മാന്ത്രിക കോച്ചിൻ്റെ കീഴിലുള്ള അർജന്റീന ടീം തന്നെയാണ് ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമുകളിലൊന്ന്. അതായത് പല കാലഘട്ടങ്ങളിലായിട്ട് പല ടീമുകൾക്കും പല ജനറേഷൻസും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരേ ടീമും തന്നെ കളിക്കില്ലല്ലോ. അപ്പോൾ അത്തരം ജനറേഷൻസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ജനറേഷൻ, ഏറ്റവും നല്ല ടീം ജനറേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഈ അർജന്റീന തന്നെയാണ്. നമ്മളിപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ട് എത്ര കാലമായി? ഇതുവരെ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ പറ്റിയിട്ടില്ല. ആർക്കും മൊത്തം പോയിന്റിൽ 2ാം സ്ഥാനത്തുള്ള ടീമിനേക്കാണ് 40 ചില്ലറ പോയിന്റ് വ്യത്യാസത്തിലാണ് അർജന്റീന 1ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു ഡൊമിനേഷൻ പീരീഡിലൂടെയാണ് അർജന്റീന കടന്നു പോകുന്നത്. കഴിഞ്ഞ 62 മത്സരമാണെന്ന് ഈ ഫൈനലടക്കം 2-2 ഫൈനൽ മാത്രമാണ്, 2-2 മത്സരം മാത്രമാണ് നമ്മൾ തോറ്റത്. ഒന്ന് സൗദി അറേബ്യനോടും, ഒന്ന് കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഉറുഗ്വേനോടും. അപ്പോൾ അത്രയും ഡോമിനേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് അർജന്റീന. അതായത് തോറ്റ മത്സരത്തേക്കാൾ കൂടുതൽ മേജർ ട്രോഫികൾ സ്വന്തമായിട്ടുള്ള ടീമാണ് അർജന്റീന. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം ഒരു അർജന്റീന ഫാൻ എന്ന നിലയിൽ. ഒരു വലിയ രീതിയിലുള്ളൊരു മാച്ച് റിവ്യൂ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഒരു സന്തോഷം, ഇത്രത്തോളം സന്തോഷത്തിൽ നമ്മൾ അർജന്റീന ഫാൻസിന് നിൽക്കാൻ ഒരു അവസരം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ രീതിയിൽ വിഷമിച്ച കരഞ്ഞ അർജന്റീന ഫാൻസിന് എല്ലാവരും മുമ്പിൽ തല ഉയർത്തി ചിരിച്ചു നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ലയണൽ സ്കലോണിക്കും ലയണൽ മെസ്സിക്കും, ആ പോരാട്ട വീര്യമുള്ള തോൽക്കാൻ മനസ്സ് ഇല്ലാത്ത ആ ടീമിനും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കും. ഓരോ ആളുകളെയും നമുക്ക് എടുത്തു പറയാം. ഇപ്പോൾ ബാക്ക് ലൈനിൽ തുടങ്ങിയാൽ റൊമേറോ, ലിച്ച, ഇത്രയും നല്ലൊരു സെൻറ്റർ ബാക്ക് പെയർ വേറെ ഏതാ ലോകത്തുള്ളത്? സെൻറ്റർ ബാക്ക് പെയർ ഇൻഡിവിജ്വലി നോക്കുമ്പം ഇവരെയൊക്കെ ക്വാളിറ്റി ഉള്ള സെൻറ്റർ ബാക്കുമാരുണ്ടാവും. പക്ഷേ സെൻറ്റർ ബാക്ക് പെയർ ആരാളുള്ളത്? പിന്നെ സെൻട്രലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എലീറ്റ് ക്ലബ്ബിൽ കളിക്കുന്ന പ്ലേയേഴ്സൊന്നും ആരുമില്ല. ഇപ്പോൾ ലിവർപൂളിൽ കളിക്കാൻ മാക്ലിസ്റ്റർ ഉണ്ട്, എൻസോ ഉണ്ട് എന്ന് പറയുമ്പോഴും അവർക്ക് വേണ്ട വിധത്തിലുള്ള മറ്റുള്ള ചില മിഡ്ഫീൽഡേഴ്സിന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കാഴ്ചവെക്കുന്ന ഒരു പോരാട്ട വീര്യം അത് മറ്റേത് ടീമിലുള്ള മിഡ്ഫീൽഡേഴ്സ് കാഴ്ചവെക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ്. പിന്നൊരാളെ പറ്റി പറയുകയാണെങ്കിൽ റോഡ്രിഗോ ഡി പോള്. ഈ പറഞ്ഞതുപോലെ ഈ കോപ്പ അമേരിക്കൻ്റെ തുടക്കത്തിൽ അല്പം ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഡി പോള്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഈ ഗ്രൂപ്പിൽ പല ആൾക്കാരും ഡി പോളിനെ മാറ്റിയിട്ട് പിന്നെ പലാസിയോസിനെ കൊണ്ടുവരണം, പിന്നെ പാർദേസിനെ കൊണ്ടുവരണം, ലോസെൽസോയെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളും നടന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡി പോളിന് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിക്ക് സ്കലോണി എന്തായാലും നിൽക്കില്ല. കാരണം സ്കലോണിക്ക് ഡി പോളിലൊരു വിശ്വാസമുണ്ട്. കാരണം അത് ഇത്രയും കാലം ആ ടീമിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസം തന്നെയാണ്. അർജന്റീന ടീമിൽ, അർജന്റീന കോച്ചിൽ ഈ ഡി പോൾ ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്തിനായിരുന്നു എന്നത് കഴിഞ്ഞ സെമി ഫൈനലും ഈ ഫൈനലും മാത്രം നോക്കിയാൽ മതി. ആരാണ് ഡി പോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത്തരമൊരു പോരാളി, ഡി പോളിനെ പോലെ ഒരു പോരാളി, ഗ്രൗണ്ടിൽ മരിച്ചു കളിക്കാൻ തയ്യാറുള്ളൊരു പോരാളി വേറെ ആരാളുള്ളത്?
ആ ഡീപ്പോൾ നമുക്ക് സ്വന്തമാണ്, അർജൻറ്റീനക്ക് സ്വന്തമാണ്. പിന്നെ ഡിമെരിയ, ലോത്രോ മാർട്ടിനസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ അർജൻറ്റീന ഫാൻസ് വരെ കളിയാക്കി ട്രോളിയ ഒരു പ്ലെയറാണ് ലോത്രോ മാർട്ടിനസ്. ആരാ ഈ കോപ്പയിൽ ടോപ്പ് സ്കോറർ? അതേ ലോത്രോ മാർട്ടിനസ്. എന്താണ് അതിന് കാരണം? എത്രയൊക്കെ നമ്മളെ ഓപ്പണൻറ്റ് ഫാൻസ് നമ്മളെ വിരോധികൾ സമ്മതിച്ചില്ല എങ്കിലും ലയണൽ മെസ്സി എന്ന ക്യാപ്റ്റന് ലോത്രോ മാർട്ടിനസിൻ്റെ ഈ ഫോമിന് പിന്നിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട്. കാരണം ഗോട്ടിമാലക്കെതിരെയുള്ള ആ കളിയിൽ പെനാൾട്ടി, മെസ്സി എടുക്കേണ്ട പെനാൾട്ടി ലൗത്രോക്ക് കൈമാറി, ലൗത്രോക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടിയൊരു ബൂസ്റ്റ്, അതിൽ നിന്ന് കിട്ടിയൊരു ഊർജം, ടീമിന് വേണ്ടി ഗോളടിക്കാൻ അതിൽ നിന്ന് കിട്ടിയൊരു ഊർജം, അത് ഈ കോപ്പ അമേരിക്കയിൽ ലൗത്രോ മാർട്ടിനസ് കാഴ്ചവെച്ചു. കാരണം അങ്ങേര് ഓരോ ഗോളടിക്കുമ്പോഴും ആദ്യം സെലിബ്രേറ്റ് ചെയ്യാൻ ഓടുന്നത് ലയണൽ മെസ്സിൻ്റെ അടുത്തേക്കാണ്. കാരണം ലൗത്രോക്കറിയാം ഇന്ന് താൻ കാണിക്കുന്ന ഞാൻ അടിക്കുന്ന ഈ ഓരോ ഗോളിനും അതിൻ്റെ പിന്നിലെ ചാലക ശക്തി ലയണൽ മെസ്സി എന്ന ക്യാപ്റ്റനാണെന്ന്. പിന്നെ പറയേണ്ട പേര് ലയണൽ മെസ്സി. തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റിൽ പരിക്ക് മൂപ്പരെ ചെറിയ രീതിയിലൊന്ന് അലട്ടി. അത് ശരിക്കും കളത്തിൽ കാണാനുണ്ട്. കഴിഞ്ഞ ദിവസവും മൂപ്പര് കളത്തിൽ നിൽക്കുക. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പം, ലയണൽ മെസ്സി കരയുന്നത് കണ്ടപ്പോൾ തീർച്ചയായും നമുക്കൊരു വിങ്ങൽ മനസ്സിൽ വന്നു. കാരണം ഇത്രയും ട്രോഫികൾ നേടിയ ഒരു മനുഷ്യന്, 3 മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് നിലവിൽ കൈവശമുള്ള ഒരു മനുഷ്യന് വീണ്ടും ഫൈനലിൽ കയറി പോകുന്ന സമയത്ത് കരയാണ്. കാരണം അത്രത്തോളം ഒരു ടീമിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് മെസ്സിക്ക് എത്രത്തോളം ഉണ്ട് എന്നത് ആ കരച്ചിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അത്തരമൊരു ടീമിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ അർജൻറ്റീന ടീമിൻ്റെ ഒരു ഫാന്, ഒരുപാട് പ്ലേയേഴ്സിൻ്റെ, എല്ലാ പ്ലേയേഴ്സിൻ്റെ പേരെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. നമ്മളെ സ്ക്വാഡിലുള്ള ഫസ്റ്റ് ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആയാലും പിന്നീട് സബ്ബായിട്ട് വരുന്ന പ്ലേയേഴ്സ് ആയാലും എല്ലാവരും ഒന്നിനൊന്ന് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സംഭാവന നൽകിയിട്ട് തന്നെയാണ് ഈ ടീം ഇങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ ആവാത്ത രീതിയിൽ, ആരുടെ മുന്നിൽ തലകുനിക്കാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അർജൻറ്റീന ടീമിൻ്റെ ഫാനായതിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഹ്ലാദിക്കാം, ഒരുപാട് സന്തോഷിക്കാം. ഇനിയും നമുക്ക് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ തരട്ടെ. ഇനി ഫൈനലിസിമേക്ക് വരാനുണ്ട്. യൂറോപ്യൻ ചാമ്പ്യന്മാരും അതേപോലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ. കഴിഞ്ഞ തവണ ഇറ്റലിനെ തോൽപ്പിച്ച് അർജൻറ്റീന ജയിച്ചു. ഇത്തവണ സ്പെയിനിനെ തോൽപ്പിച്ച് നമ്മുടെ ടീം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചിട്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പല കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങളും പറയേണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങൾ പലതും പറയേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. ഒരു സന്തോഷം പങ്കുവയ്ക്കുക, നമ്മുടെ ടീം കപ്പടിച്ചതിൻ്റെ സന്തോഷം, അത് മാത്രമേ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. വാമോസ് അർജൻറ്റീന.